അണികളൊക്കെ ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. രാജീവ് ചന്ദ്രശേഖരനിലൂടെ BJP രക്ഷപ്പെടും എന്ന് തിരിച്ചറിഞ്ഞതോടെ നേതാക്കന്മാർക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാതെ രാജീവ് പാളയത്തിലേക്ക് ചുവട് മാറ്റേണ്ടി വരുന്നു. ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ പഴയ ആളുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ ആളുകളെ കൊണ്ട് മാത്രം സമാന്തര ഭരണം നടത്താനോ അല്ല രാജീവ് ശ്രമിക്കുന്നത്. നിലവിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും രാജീവ് സ്വപ്നം കാണുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ ചേർത്ത് നിർത്താനാണ് രാജീവിന്റെ ലക്ഷ്യം. ജനപ്രിയരായ ഇതുവരെ അകറ്റി നിർത്തപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പിലും പെടാത്ത നേതാക്കളെയൊക്കെ തന്നെ രാജീവ് തപ്പിയെടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അതേസമയം ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് നോക്കാതെ മിടുക്കന്മാരെ, വിശ്വസ്തരെ രാജീവ് ചേർത്ത് പിടിക്കുന്നു. ശോഭാ സുരേന്ദ്രനെയും ഷോൺ ജോർജിനെയും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് രാജീവ് ഒപ്പം നിർത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന ക്രൗഡ് പുള്ളറായ നേതാവിന് അണികൾക്കിടയിലുള്ള സ്വാധീനവും BJP പ്രവർത്തകർക്ക് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിൽ ശോഭാ സുരേന്ദ്രനെ ഉത്തരവാദിത്വമുള്ള പദവി കൊടുത്ത് കൂടെ നിർത്താൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം. ഒപ്പം ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന ഷോൺ ജോർജിനെ ചേർത്ത് പിടിച്ചു നിർത്തും. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യൻ 40 വർഷം BJPയിൽ പ്രവർത്തിച്ചതിനു ശേഷമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതെങ്കിൽ കേവലം 15 മാസം പ്രവർത്തിച്ച ഷോൺ ജോർജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ചിലർക്കൊക്കെ അസ്വാരസ്യമുണ്ടെങ്കിലും ഷോൺ ജോർജിനെ ക്രൈസ്തവ സഭയിലുള്ള സ്വാധീനം, ക്രൈസ്തവ മത നേതാക്കളെയും ക്രൈസ്തവ വിശ്വാസികളെയും BJPയോടൊപ്പം ചേർത്ത് പിടിക്കാനുള്ള കഴിവ് അംഗീകരിച്ച മതിയാവൂ എന്ന വാശിയിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഇവർ മാത്രമല്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും രാജീവ് ചന്ദ്രശേഖർ ഒപ്പം നിർത്തുന്നു. എല്ലാം താൻ തന്നെ മതി, തന്നിലൂടെ മതി എന്ന രീതി വേണ്ടെന്ന് വയ്ക്കുന്നു എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വലിയ പ്രത്യേകത.